ഒരു ദിവസം രാവിലത്തെ നല്ല എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൺറൈസ് രാവിലെ കാണാൻ പറ്റിയൊരു സ്പോട്ടിൽ വന്നിരിക്കുന്നത് കേട്ടോ. അടിപൊളി സീനിക്ക് പറഞ്ഞാൽ കലണ്ടറിലും ഈ ഫോട്ടോയിലൊക്കെ കാണൂലേ, രണ്ട് മല, അതിൻ്റെ ഉള്ളിൽ കൂടെ സൂര്യൻ ഉദിക്കുക, താഴത്ത് കുറെ വെള്ളം, അതേ സെയിം സീനിക് സ്ഥലം. ഗംഭീരം, കണ്ടു നോക്കിക്കോ. അങ്ങനെ കുറച്ച് നേരം സൂര്യനൊക്കെ നോക്കി നമ്മുടെ ഡാമിലേക്ക് ഇങ്ങനെ നോക്കി സൂര്യ ഉദിക്കണം നോക്കി കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരു എനർജി ആയി. അവിടുന്ന് കുറച്ച് നേരം ആ ട്രെക്കിംഗ് പോലെ ചെറിയൊരു നടത്തമൊക്കെ നടന്ന് ഒരു അനുഭവം എന്ന് പറഞ്ഞാലും പോരാ. രാവിലത്തെ കാഴ്ച ഇതുപോലെ സ്ഥലങ്ങളിലൊന്ന് പോയി ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒരു നടത്താതെ വേറെ ലെവലാണ്. അന്നത്തെ ദിവസം അടിപൊളി തന്നെ പറയാം. അങ്ങനെ കുറെ നേരം ഇരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് സൂര്യഭഗവാനൊക്കെ നോക്കി ഒന്ന് തൊഴുതി വേറെ വൈബ്. അവിടുന്ന് നേരെ കുറച്ച് നേരം വാക്ക് ചെയ്യാന്ന് പറഞ്ഞ് നേരെ വാക്ക് ചെയ്ത് നേരെ നടന്നുകൊണ്ട് നേരെ പോയത് നേരെ ഡാമിലോട്ട്. അതും രാവിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാലും പോരാ, അടിപൊളി കാഴ്ചയാണ്. ഡാമിന്റെ അവിടെ പോയി കുറച്ചു നേരം അങ്ങനെ വെള്ളത്തിൽ നോക്കി ആ സൂര്യ ഉദിക്കണൊക്കെ നോക്കിയിട്ട് ഇരുന്നൊരു മനസ്സിനേക്ക് ഒന്ന് സമാധാനപ്പെടുക്കണേ. നമ്മുടെ ഏട്ടൻ ചെറിയൊരു തോണിയും കൊണ്ട് ഇങ്ങനെ തുഴഞ്ഞു വരുന്നു. എന്താ ഏട്ടാ നോക്കട്ടെ പറഞ്ഞു നോക്കണ സമയത്ത് ഏട്ടനുണ്ട് നമ്മുടെ സിലേപ്പിയ മീനുണ്ട് ഒരു 10 കിലോ വാങ്ങിച്ചിട്ട് അതെന്തായാലും അവിടെ നിന്ന് തരാന്ന് പറഞ്ഞാൽ അത് ഒരു വാങ്ങിച്ച് അവിടെ നിന്ന് നേരെ വണ്ടിയെടുത്ത് വിട്ടു. നമ്മുടെ മയിലാളിപ്പുഴയിൽ എന്തായാലും എത്ര വേനലായാലും അവിടെ വെള്ളം ഉണ്ടാകുന്ന പറഞ്ഞ് നേരെ വണ്ടിയെടുത്ത് വിട്ടു. രാവിലത്തെ ആ ഡാമിന്റെ ഒരു സൈഡിലുള്ള കാഴ്ചയും ഏതൊരു അനുഭവം തന്നെ കേട്ടോ. അങ്ങനെ ആ കാഴ്ച കൂടെ വണ്ടിയൊക്കെ എടുത്ത് നേരെ നമ്മളെ മയിലാടിപ്പുഴയൊക്കെ തിരിക്കാൻ വേണ്ടി ഡാമിന്റെ സൈഡിൽ കൂടെ ഒക്കെ വണ്ടി ഇറക്കി മയിലാടിപ്പുഴ എത്തി. മയിലാടിപ്പുഴ നോക്കണോ അത്യാവശ്യം വെള്ളമുള്ളൂ, എന്നാലും നമുക്ക് കുളിക്കേണ്ട വെള്ളമുണ്ട്. അതുപോലെ ഐസ് പോലുള്ള വെള്ളം എന്ന് പറഞ്ഞാലും പോരാ, പളുങ്ക് പോലുള്ള ഐസ് പോലുള്ള വെള്ളം ട്ടാ. അയ്യോ, അതൊരു ദൈവത്തിന്റെ ഒരു പ്രകൃതിയോട് വരദാനമാണ് ഈ വെള്ളം എന്നൊക്കെ പറയുന്നത്. എന്താ വെള്ളത്തിന്റെ തണുപ്പും ആ കൂളിങ്ങും ജകാന്നുണ്ട്. അവിടുന്ന് നേരെ അങ്ങടെ വിട്ടു. നല്ല വിശപ്പ് പറഞ്ഞിട്ട് നമ്മുടെ ഏട്ടന്റെ ഒരു കട കണ്ടു. എന്താണ് നോക്കട്ടെ പറഞ്ഞാൽ രാവിലെ തന്നെ പൊക്കോടിയും വേണ്ടാന്ന് പറഞ്ഞ് 2 ഇഡ്ഡലിയും കൂടി ആയിക്കോട്ടെ കേട്ടോ, 2 ഇഡ്ഡലി അടിക്കും പറഞ്ഞു. ഏട്ടൻ നേരെ ഇഡ്ഡലിയും അതുപോലെ തന്നെ ചട്നിയും സാമ്പാറും അതൊക്കെ ഒഴിച്ച പൊടിയെ കഴിച്ചു. എന്തായാലും കുളിച്ച് നല്ല വിശപ്പുള്ളത് കൊണ്ട് ദോശയും ഇഡ്ഡലിയും എല്ലാം ഒരു ഗംഭീര ഫീൽ ഇട്ടാ. സംഗതി പൊളിച്ചു, അടിപൊളി തന്നെ പറയാം. എന്തായാലും ഇന്നത്തെ ഒരു അനുഭവം, ഒരു ഞായറാഴ്ച ഇതുപോലെ സ്ഥലങ്ങളൊക്കെ പോവുക, രാവിലെ നേരത്തെ സൺറൈസ് കാണുക, ഒരു കുളി, ഇതുപോലെ നാടൻ കടകളിൽ പോയി ഭക്ഷണം കഴിക്കി, അടിപൊളിയാണ്.